അഹത്തിഹിൽ മനായാ വലാ അറളും തഖീഹി വലാ സമാഉ. ഒരു മനുഷ്യന്റെ വീട്ടുമുറ്റത്തേക്ക് മരണദൂതനങ്ങ് കയറി വന്നുപോയാൽ ഒരാകാശത്തിനും ഭൂമിക്കും അവയിലുള്ള ഒരു ജീവജാലങ്ങൾക്കും ഒരു ഡോക്ടർക്കും നഴ്സിനും നമ്മളെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഏത് സമയത്തും വന്നു ചേരാവുന്ന അതിഥിയാകുന്ന മരണം വരുന്ന സമയത്ത് തിന്മയേക്കാൾ നന്മക്ക് മുൻതൂക്കമുള്ളവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കുറിച്ചൊരു ബോധം വേണം. വെറുതെ നിൽക്കുന്ന സമയത്ത് ഹൈറായ കാര്യങ്ങൾ ചിന്തിക്കുക, ഹൈറായ കാര്യങ്ങൾ നാവുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. സുദീർഘമായ യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെയും നല്ലത് മാത്രം നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഫർള് നിസ്കാരം ഒന്നുപോലും മുറ തെറ്റാതെ ക്രമം തെറ്റാതെ നിർവഹിക്കുക. ഈ 2 റക്അത്തെങ്കിലും റവാത്തിബ് സുന്നത്ത് നിർബന്ധ ബുദ്ധിയാ നമ്മൾ നിർവഹിക്കുക. ഇതിന്റെ കൂടെ പ്രഭാതത്തിൽ ളുഹർ കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് ളുഹർ വരെയുള്ള വിശാലമായ ഒരു സമയത്ത് നിർബന്ധ നിസ്കാരങ്ങളൊന്നും നമുക്കില്ലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏതൊരു മനുഷ്യനും പ്രഭാതത്തിലേക്ക് കടന്നു വരുന്നത് അവന്റെ ശരീരത്തിലുള്ള നൂറുകണക്കായ എല്ലുകൾക്കിന്റെ പേരിൽ അവൻ സ്വതക്ക ചെയ്യാൻ കടപ്പെട്ടവനായിട്ടാണ്. എത്ര കെണിപ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഏതെങ്കിലും ഒരു കെണിപ്പിൽ നിന്നൊരു സൂചി കുത്തുന്ന വേദന അനുഭവപ്പെട്ടാൽ കഴിഞ്ഞില്ലേ നമ്മളെ ഉന്മേഷം, അന്ന് പണിക്ക് പോകാനൊക്കുമോ? എന്തൊരസ്വസ്ഥതയാണ്. ഈ എല്ലുകളൊക്കെ യഥേഷ്ടം വളയുകയും നീരുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണെന്ന ഓർമ്മ വേണം. ഇതിന് ശുക്ർ ചെയ്യണം, അതിന് സ്വതക്ക ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനു മാത്രം എല്ലാവരുടെ കയ്യിലും പണമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ള വഴി പറഞ്ഞു തരുന്നു, ഫകുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക. നിങ്ങൾ ചൊല്ലുന്ന സർവ്വ സുബ്ഹാനല്ലയും സ്വതക്കയാണ്, അൽഹംദുലില്ലാ സ്വതക്കയാണ്, അല്ലാഹു അക്ബർ സ്വതക്കയാണ്, അംറും ബിൽ മഅറൂഫി സ്വതക്ക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നത് സ്വതക്കയാണ്, ചീത്ത കാര്യങ്ങളിൽ നിന്ന് നിരോധിക്കുന്നത് സ്വതക്കയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവിടുന്ന് പറഞ്ഞു, വയഅദിലു ദാലിക കുല്ലഹു. ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളോടും കിടപിടിക്കുന്ന തുല്യമാകുന്ന ഒരു കർമ്മമുണ്ട്. അതേതാണെന്നറിയുമോ? റക്അത്താനി യർകഉഹുമാ ഫിൽ ളുഹാ. മുഅ്മിനായ മനുഷ്യൻ ളുഹായുടെ സമയത്ത് നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്താണ്. അത് തുടങ്ങാനും നിലനിർത്താനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. അത് വലിയൊരു നന്ദി പ്രകാശനമാണെന്ന് നമ്മൾ അറിയുക. കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഉമ്മമാരുണ്ട്. ളുഹറിന് മുമ്പ് അലക്കലും മറ്റ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഒരു ഒളുവെടുത്ത് വീട്ടിലേക്ക് കയറണം ഉമ്മമാരെ. ളുഹർ ബാങ്കിന്റെ മുമ്പായി ഒരു 2 റക്അത്ത് ഈ നിസ്കാരം ളുഹ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ആണുങ്ങൾക്ക് ളുഹ നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ്. എവിടെ വെച്ച് നിസ്കരിച്ചാലും ളുഹന്റെ സുന്നത്ത് കിട്ടും. അത് വലിയ ഒരു നിഅമത്തിനുള്ള നന്ദിയാണ്. അതുകൊണ്ട് ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് തന്ന നിഅമത്തിന് നന്ദി കാണിച്ചാൽ ആ നിഅമത്ത് ഒരുപാട് കാലം നിലനിർത്തിത്തരുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. മുട്ടുവേദനയുള്ളവർ, പല ഭാഗത്തും വിഷമങ്ങളുള്ളവർ, ഇതിനൊക്കെയും നന്ദി പ്രകാശനമായി ഈ നിസ്കാരത്തെ നമ്മൾ നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, അവസാനമായി പറയുന്നു, ഇബാദത്തുകളിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന മറ്റൊന്നാണ് നമ്മളതാ തഹജ്ജുദ് നിസ്കരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, അലൈക്കും ബിഖിയാമിൽ ലൈൽ. രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കുക. വലൗ ഹൽബശാ, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും ഒരു 2 മിനിറ്റ് നേരമല്ലേ അതിന് വേണ്ടൂ. ഈ നിസ്കാരത്തിന് ഒരുപാട് ഫളായിലുകളുണ്ട്. മുത്തനബി പറയുന്നു, ഫഇന്നഹു ദഅബുസ്സാലിഹീന ഖബ്ലകും. അതിന്റെ ഏറ്റവും വലിയൊരു മഹത്വം അത് നിങ്ങളെ മുൻഗാമികളൊക്കെ ചെയ്തു വന്ന ഒരു കർമ്മമാണ്. പൂർവീകന്മാര് ചെയ്തു വന്നത് നമ്മളും ചെയ്യുന്നതോടെ നമ്മളും ഒരു ശൃംഖലയിൽ കണ്ണിചേരുകയാണ്.
സ്വാലിഹീങ്ങളെ അരികു പറ്റിച്ചേർന്നല്ലാതെ നമുക്കൊരു ലോകത്തും രക്ഷയില്ല. അതുകൊണ്ടാണ് അത്തഹിയ്യാത്തിൽ പോലും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂട്ടുപിടിക്കുന്നു. റസൂലുള്ള ദുആ ചെയ്തില്ലേ, വഹ്ശുർനി ഫീ സുംറത്തി സ്വാലിഹീൻ, മഹ്ശറ ലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടായ്മയിൽ എന്നെ ചേർത്തു തരണമേ. എന്താണ് കാരണം? മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രഖ്യാപനം നടത്താനിരിക്കുകയാണ്. സൂറ യാസീനിലൂടെ അവൻ പഠിപ്പിച്ചു നമ്മളെ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഓ കുറ്റവാളികളെ, തമ്മാടികളെ, ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെയും ഒറ്റക്കൊറ്റക്ക് നിൽക്കണം. മഹാന്മാരെ മറവറ്റി നിൽക്കല്ല. തെറ്റ് ചെയ്ത ആളുകളെ ഒറ്റക്ക് നിർത്തുന്നതോടെ പരാജയം ഉറപ്പുവരികയാണ്. അവിടെ സ്വാലിഹീങ്ങളെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞവർക്ക് രക്ഷയുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിന് സാധ്യമാകണമെങ്കിൽ അവര് ചെയ്തു വന്ന ആ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളണം. പൂർവീകന്മാരായ മുൻഗാമികൾ കാണിച്ചു തന്ന വിശ്വാസ പാതയിൽ നമ്മൾ വേണം. അവര് ചെയ്തു വന്ന പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ പതിവിൽപ്പെട്ട കാര്യമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ പുണ്യകർമ്മങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ച് നമുക്ക് അല്ലാഹു ചെയ്ത സമ്പത്തിൽ നിന്ന് ഓരോ ദിവസവും നമ്മളൊരു പ്രത്യേക രീതി കണക്കാക്കി ആവശ്യമുള്ള ആളുകൾക്ക് ദാനം ചെയ്യുന്ന ശീലം വേണം. അല്ലാഹു തന്ന ആരോഗ്യം ഉപയോഗിച്ച് സേവനം ചെയ്യുന്ന ശീലം വേണം. ഇങ്ങനെ ഏതൊക്കെ മാർഗത്തിലൂടെ അമൽ വർദ്ധിപ്പിക്കാനാകുമോ അങ്ങനെ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല ഈമാനോടുകൂടെ റാഹത്തുള്ള മരണം വരിച്ചെങ്കിലല്ലാതെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അർഹമുർ റഹീമീനായ റബ്ബ് സ്വർഗാവകാശികളിൽ നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയുടെ ചാരത്ത് നിന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹു ഈ മജ്ലിസിലെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുകയില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാർ, ദുആ നിസ്കരിക്കുന്ന ഉപ്പമാർ, നല്ല മുതഅല്ലിമീങ്ങൾ അവരൊക്കെ ഉള്ള മജ്ലിസാണ്. ഈ മജ്ലിസിലെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിലെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി തന്നെ ഒരു ഉസ്താദ് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലും കൂടി പങ്കെടുത്തിട്ട് പോകും. നമ്മൾ ഏതായാലും ഇവിടുത്തെ ബറക്കത്തും പ്രാർത്ഥനയ്ക്ക് ഉദ്ദേശിച്ച് വന്നവരാണ്. അല്ലാഹു തആല മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ